തലേ ദിവസത്തെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ കുറച്ച് സമയമായി. രാവിലെ ആയിട്ട് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയത് ന്യൂസിലാൻഡ് എത്തിക്കാണുമല്ലോ എന്ന്. ഞങ്ങളുടെ ന്യൂസിലാൻഡ് ട്രിപ്പാണിത്, രണ്ടാമത്തെ വീഡിയോ ആണ്. സിഡ്നിയിൽ നിന്നാണ് പോയത്, 10 ദിവസത്തേക്കായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ രാവിലെ ആയിട്ട് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് കാണുന്നത് നല്ല മനോഹരമായ പ്രദേശം. ഞങ്ങൾ 8ാമത്തെ നിലയിലെങ്ങാണ്ടായിരുന്നു. അപ്പം നേരെ മുമ്പിൽ കാണുന്ന ചെറിയ ബോട്ടുണ്ടല്ലോ, ആ ബോട്ടാണ് വന്ന് വലിച്ചുകൊണ്ട് പോകുന്നത്. ഈ കപ്പലൊക്കെ ഏതെങ്കിലുമൊക്കെ ചെറിയ പോർട്ടിലായിരിക്കും പോയി അടുക്കുന്നത്. കാരണം അവർക്ക് പൈസയൊന്നും അധികം കൊടുക്കേണ്ടാത്ത രീതിയിലൊക്കെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ചെന്നപ്പം ന്യൂസിലാൻഡിലാണ്. എന്ത് നോക്കുന്നത് മനോഹരമെന്ന് നോക്കിയാൽ വളരെ നമ്മുടെ പടത്തിലൊക്കെ നമ്മൾ പഴയ പോസ്റ്ററിലൊക്കെ കാണുന്ന പോലത്തെ സ്ഥലങ്ങൾ. ഏത് സ്ഥലം? ഇത് പിക്ടൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞങ്ങളുടെ 2-3 പോർട്ടുകൾ ക്യാൻസലാക്കിയായിരുന്നു ചില കാരണങ്ങൾ കൊണ്ട്. ഒന്ന് പകുതി വഴിയപ്പോൾ തിരിച്ചു പോകേണ്ടി വന്നു ഞങ്ങൾക്ക് സിഡ്നിയിലേട്ട്. ഒരാൾക്ക് ഭയങ്കര അസുഖം കൂടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. അതാണ്ട് ആ കുഞ്ഞൻ ബോട്ടാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞ് കയറാമെന്ന് കരുതി മുകളിൽ കയറി നോക്കിയപ്പോഴാണ് ഈ രസകരമായ ഈ കാഴ്ച കാണുന്നത്. അതായത് ഇവിടുന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത് പറഞ്ഞു, ഇതാണ് വലിയ കപ്പലായിരുന്നു. അത്യാവശ്യം ഏകദേശം മുകളിൽ തന്നെ 500 മീറ്ററോ അങ്ങോട്ടുണ്ട് ചുറ്റും നടക്കാൻ വേണ്ടിയിട്ട്. ആ കാണുന്നതാണ് മുകളിൽ കയറി നമ്മൾ കാണിക്കുന്ന ആകാശക്കാഴ്ച കാണിക്കുന്ന സംഭവമാണ് നേരത്തെ കണ്ടത്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇതെന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അത് മൊത്തം മരക്കഷ്ണങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, കപ്പലിൽ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഇന്ത്യക്കാണ് ഇവിടുന്ന് കയറ്റി അയക്കുന്നതെന്ന് പറഞ്ഞു. ഇത്രയും മരങ്ങൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ന്യൂസിലാൻഡിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോഴാണ് വേറെ സംഭവം കാണുന്നത്. ഒരു ലോറി നിറച്ചും കൊണ്ടുവരുവാണ് മരങ്ങൾ. രാവിലെ തന്നെ, എനിക്കൊന്ന് രാവിലെ 8 മണി ആയുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഏതാണ്ട് ഒരു കാണുന്ന സാധനം കണ്ടു. അവൻ വന്നിട്ട് ഈ ലോഡിറക്കുന്ന ഭയങ്കര മനോഹരമായൊരു കാഴ്ച ഇപ്പം കാണിച്ചു തരാം നിങ്ങളെ. എന്തുമാത്രം കപ്പലുണ്ടെന്ന് നോക്കിയേ, എന്തുമാത്രം മരങ്ങളാണെന്ന് നോക്കിയേ. മൊത്തം മരങ്ങളാണ് ഇവിടെ. ആൾക്കാരെല്ലാം വന്ന് നോക്കിക്കോണം ഈ മരങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ന്യൂസിലാൻഡിൽ ഇത് മരങ്ങളൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയാണ്. എന്നിട്ട് ഇത്ര വർഷം കഴിയുമ്പോഴത്തേനും അത് മുറിച്ച് വിൽക്കുവാന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ ഒരു സാധനം വന്ന എല്ലാം നോക്കി മൊത്തം തടികൾ എടുത്തുകൊണ്ട് പോയി അവിടെ അടുക്കി വെക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ പറഞ്ഞുകൊണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എന്ത് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും അല്ലേ. ഇപ്പോൾ ആൾക്കാർ പറയുമായിരിക്കും ആളുകളുടെ ജോലി പോവും, അതാണ് ഇതാണ് എന്നൊക്കെ പറയുമായിരിക്കും. എന്നുകിൽ തന്നെയും മെഷീൻ യന്ത്രവൽക്കരണം ശരിക്കും പറഞ്ഞാൽ ആവശ്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾക്ക് ജോലിയൊക്കെ കുറവായതുകൊണ്ട് ഇത്തരം മെഷീനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. കമ്പ്യൂട്ടറൊക്കെ വന്നപ്പം ആൾക്കാരൊക്കെ പറയാമായിരുന്നല്ലോ കമ്പ്യൂട്ടർ വന്നാൽ എല്ലാവരും ജോലി പോകുന്നു. പക്ഷേ കമ്പ്യൂട്ടറൊക്കെ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ജോലി കൂടുതൽ ആയെന്ന് എൻ്റെ അഭിപ്രായം. ഞാനൊക്കെ 1993 കമ്പ്യൂട്ടർ പഠിച്ചാണ്. അന്ന് കേരളത്തിലൊന്നും അധികം കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ഞാനൊക്കെ ഡൽഹിയിൽ നിന്നാണ് പഠിച്ചത്. അതുകൊണ്ടൊക്കെയാണ് ഇവിടം വരെയൊക്കെ എത്താനൊക്കെ പറ്റിയത്. പിന്നെ ഇവിടെ ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിത് അങ്ങനെയാണ് കപ്പലിൽ നിന്ന് ആളുകളെ ഇറക്കിക്കൊണ്ട് പോകുന്നത്. അവിടെ ന്യൂസിലാൻഡ് കസ്റ്റംസിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് അങ്ങ് പോയച്ചാൽ മതി. ഇങ്ങനെ വണ്ടികളുണ്ട്, ബസ്സുകളുണ്ട്. ആ ബസ്സുകളിൽ കയറ്റി നമ്മളെ കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് ഒരു സിറ്റിയിൽ കൊണ്ട് ഇറക്കി വിടും. അത് കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വരാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പോയി അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ ട്രെയിനിൽ ഞങ്ങൾ പോയി ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് ദൂരത്തേക്ക് 2 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്തേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ട്രെയിനിലോട്ട് ഞങ്ങൾ മെല്ലെ കയറി. നമുക്ക് എന്ത് മനോഹരമാണെന്ന് നോക്കി, സിനിമകളിൽ കാണുന്ന പോലെ രംഗങ്ങളൊക്കെ. ന്യൂസിലാൻഡ് ഭയങ്കര പ്രകൃതി രമണീയമാണ്. അത് പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു അപ്പാപ്പൻ, ട്രെയിനിലുള്ള അപ്പാപ്പൻ എല്ലാവർക്കും വന്ന് വൈനൊക്കെ തന്നു. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ, കുറച്ച് വൈന്. ഇത് മധുരമുള്ള വൈനൊന്നും അല്ലായിരുന്നു, മറ്റേ സാധാരണ വൈന്. അത് കുറച്ച് കുടിച്ചു. ഇങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. എന്ത് മനോഹരമായ കാഴ്ചകളാണ് ന്യൂസിലാൻഡ്. ശരിക്കും പറഞ്ഞാൽ ന്യൂസിലാൻഡിലാണ് ലോകത്ത് ആദ്യമായിട്ട് പെണ്ണുങ്ങൾക്ക് വോട്ടവകാശം കൊടുത്ത രാജ്യമാണ് ന്യൂസിലാൻഡ്. അതായത് 1893 തോന്നുന്നു. അവരാണ് ലോകത്തിൽ ആദ്യമായിട്ട് ലേഡീസിനൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി അധികാരം കൊടുത്തത്. അതുണ്ടോ, എത്ര മനോഹരമായ രസമുണ്ട് കേട്ടോ. ഈ ട്രെയിൻ യാത്ര ഭയങ്കര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ പുറത്തോട്ടൊക്കെ നോക്കുമ്പോഴേക്കും കണ്ണിനൊക്കെ നല്ല കുളിർമയുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇത് വീഡിയോയിൽ എത്രമാത്രം പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളും മനോഹരമാണ് നമ്മൾ കാണുമ്പോൾ. മൊത്തം പച്ചച്ച് കിടക്കുകയാണ്. മൊത്തം പലതരം ഭൂപ്രകൃതിയൊക്കെ ഉണ്ട്. ന്യൂസിലാൻഡും ഇതുപോലെ തന്നെ ഓസ്ട്രേലിയ പോലെ തന്നെ യൂറോപ്യൻ സെറ്റിൽമെൻറ്റാണ്. അവർ വന്നു, എനിക്ക് തോന്നുന്നു 1700 തോന്നുന്നു. ക്യാപ്റ്റൻ കുക്ക് 1769 ക്യാപ്റ്റൻ കുക്കാണ് വന്നത്.
എന്നിട്ടത് ബ്രിട്ടൻ്റെ ആണെന്ന് ക്ലെയിം ചെയ്യുകയാണ് ചെയ്ത്. പക്ഷേ അവിടെയുള്ള അബോറിജിനൽ ആൾക്കാർ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്ന് 1840 അവർ ട്രീറ്റ് ചെയ്തത്. അബോറിജിനൽ ആൾക്കാരും ബ്രിട്ടീഷ് ആളുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പിന്നെ മുമ്പോട്ട് പോയത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഇൻഡിപെൻഡൻസ് ന്യൂസിലാൻഡ് കിട്ടിയത്. അതിനു മുമ്പ് ബ്രിട്ടീഷ് ഇതിൻ്റെ എംപയറിൻ്റെ അടിയിലായിരുന്നു ന്യൂസിലാൻഡും. 1907 തോന്നുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലോട് കൂട്ടിച്ചേർത്ത്. 47 വരെ അവരങ്ങനെയായിരുന്നു. 47 കഴിഞ്ഞപ്പോൾ അവർക്ക് ഫുൾ ഇൻഡിപെൻഡൻസ് കിട്ടി. ന്യൂസിലാൻഡ് ഭയങ്കര നല്ല രാജ്യം കേട്ടോ. അവരങ്ങനെ മാറിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിനകത്ത് പലതരം ജീവികളുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ശത്രുക്കളില്ലാത്ത പലതരം ജീവികൾ അവിടെ ഡെവലപ്പായി വന്നെന്നാണ് പറഞ്ഞത്. കിവി പക്ഷിയൊക്കെ അതിലൊന്നാണ്. കിവി ഭയങ്കര ഫേമസ് ആണല്ലോ, ന്യൂസിലാൻഡിലെ ദേശീയ പക്ഷിയാണത്. ഇതെവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലം ഭയങ്കര രസമാണ്. ഇങ്ങനെ നല്ല സ്പീഡിലായിരുന്നു ഇത് ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. ന്യൂസിലാൻഡ് ശരിക്കും പറഞ്ഞാൽ കുറേ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 2 സ്ഥലത്തേ പോയുള്ളൂ. 3 സ്ഥലത്ത് ഇറങ്ങുള്ളൂ. 5 ഇറങ്ങേണ്ടിയായിരുന്നു. അതിലൊരു ഏറ്റവും നല്ല മനോഹരമായൊരു സംഭവമാണ്. അത് ക്യാൻസലാക്കി കളഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഞങ്ങൾ പകുതി വഴി എത്തിയപ്പോഴത്തേനും ഞങ്ങൾക്ക് ഞങ്ങളുടെ കപ്പൽ ക്യാപ്റ്റൻ പറഞ്ഞു 2 ദിവസം കൊണ്ട് ട്രാവൽ ചെയ്തു. ക്യാപ്റ്റൻ പറഞ്ഞു ഞങ്ങൾ തിരിച്ച് സിഡ്നിക്ക് പോവുകയാണ്, ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ട്, അതുകൊണ്ട് തിരിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളോർത്ത് തന്നെ മെഡിക്കൽ എമർജൻസി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹെലികോപ്റ്റർ എന്തെങ്കിലും വന്നിട്ട് നമ്മൾ ഈ കപ്പൽ മൊത്തം ഇത്ര ആൾക്കാരെ കൊണ്ട് തിരിച്ച് പോയിട്ട് വീണ്ടും തിരിച്ച് ന്യൂസിലാൻഡ് പോകുന്നതിനൊക്കെ നല്ലതല്ലേ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെലികോപ്റ്ററോ എന്തെങ്കിലും വന്ന് വിടുന്ന ആളെ എടുത്തുകൊണ്ട് പോയാൽ എന്ന് ഞങ്ങൾ കരുതി. മാത്രമല്ല കപ്പലിൽ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. ഇതാണ് ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയത്. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കുറച്ച് ചെറിയൊരു സ്ഥലം, എനിക്കൊന്ന് ഇവർ ഈ ടൂറിസം അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് ഇറക്കുന്നതാണ് ആൾക്കാർ. അപ്പോൾ എന്തെങ്കിലും കുറച്ച് കടകളൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനെ അതും ഒരു രക്ഷപ്പെട്ട് കിട്ടും. അവിടെ ഇറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തിരിച്ച് ഞങ്ങളൊരു 1 മണിക്കൂർ അങ്ങനെ കഴിഞ്ഞപ്പോൾ തിരിച്ച് പോരുക ചെയ്തേ. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചു. അപ്പം ഞങ്ങൾ 1-2 കപ്പലിലുള്ള 1-2 ആൾക്കാരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കപ്പൽ മൊത്തമായിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കപ്പലിൽ ഡോക്ടറൊക്കെ ഉണ്ട്, അവർ ടെസ്റ്റ് ചെയ്തു, പക്ഷെ എന്തോ എമർജൻസി ഓപ്പറേഷൻ വേണം ഒരു പേഷ്യൻറ്റിന്. അപ്പോൾ അതിന് ഹെലികോപ്റ്ററൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റും. പക്ഷേ ഇതിൽ നിന്ന് എനിക്കൊന്ന് 1500 കിലോമീറ്റർ കണ്ട് ഹെലികോപ്റ്റർ കപ്പൽ ഓൾറെഡി സഞ്ചരിച്ചായിരുന്നു. അപ്പോൾ അത്രയും ദൂരം ഒരു ഹെലികോപ്റ്റർ പറന്നു വന്നിട്ട് റീഫ്യൂവൽ ചെയ്യാതെ തിരിച്ചു പോകാനുള്ള കപ്പാസിറ്റിയുള്ള ഹെലികോപ്റ്ററുകളോ മെഡിക്കൽ ഹെലികോപ്റ്ററുകളൊന്നും ഇല്ല. ആർമിക്കൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും സിവിലിയന് വേണ്ടി അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഇപ്പം കപ്പലിലൊക്കെ എപ്പെത്താൻ പറഞ്ഞു, ഓക്കെ നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫുൾ സ്പീഡിൽ പോയി. ഞങ്ങൾ സിഡ്നിയിൽ ഇറങ്ങി, സിഡ്നിയിൽ നിന്നാണ് തിരിച്ചെന്നിട്ട് പിന്നെ ന്യൂസിലാൻഡ് ഇറങ്ങുന്നത്. അതുകൊണ്ട് 2-3 പോർട്ടുകൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. പക്ഷേ ഇത് പിന്നെ ആയാലും വന്നു കേട്ടോ. ന്യൂസിലാൻഡിൽ ഇറക്കിയവർ നന്നായി. അതിന് പൈസ ഞങ്ങൾക്ക് തിരിച്ചു തന്നു, എന്തോ ടാക്സ് കുറച്ച് പൈസ തിരിച്ചു തന്നു. എന്നാണ് വളരെ മനോഹരമായൊരു സ്ഥലമാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞ് ഇനി ഒന്നും കൂടെ പോകണം, മൊത്തം ഒന്ന് ന്യൂസിലാൻഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒന്ന് പോകണം. ഓസ്ട്രേലിയയിൽ നിന്ന് അടുത്തൊക്കെയാണ്, എന്നാലും നല്ല അത്യാവശ്യം വിമാനത്തിൽ തന്നെ പോകണല്ലോ. അപ്പം അത്യാവശ്യം നല്ല കാശാണ്. ന്യൂസിലാൻഡ് ഓസ്ട്രേലിയൻ ചിലവുകളൊക്കെ ഏകദേശം ഒരേപോലെയാണ്. കുറച്ചും കൂടെ കൂടുതലാണെന്ന് തോന്നുന്നു ന്യൂസിലാൻഡിലൊക്കെ ചിലവുകൾ. പണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ നമുക്കറിയാലോ ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ പോയി UK നേഴ്സുമാരെല്ലാം തന്നെ ന്യൂസിലാൻഡിൽ പോകാതെ തന്നെ അവിടെ രജിസ്ട്രേഷൻ എടുത്തിട്ട് ആ രജിസ്ട്രേഷൻ മാറ്റി ഓസ്ട്രേലിയയിലേക്ക് വന്നിട്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷം മുഴുവൻ ആൾക്കാരും ഓസ്ട്രേലിയയിലേക്ക് വന്നിരുന്നത്, നേഴ്സസൊക്കെ. ഇപ്പോൾ അത് മാറ്റി കളഞ്ഞു. മാത്രമല്ല അവിടെ നേഴ്സുമാർക്ക് പൈസ കൂട്ടുകയും ചെയ്തെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം അവിടുന്ന് അങ്ങനെ ജോലിയും കിട്ടാറില്ല അധികം ആൾക്കാർക്ക്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരവും കുറയുകയും ചെയ്തിട്ടുണ്ട്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.